കാച്ചിക്കുറുക്കിയ പാലോ. ഒരു കാലത്ത് ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും തൈരും മോരും വെണ്ണയും നെയ്യും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അക്കാലത്ത് ഇക്കാര്യങ്ങൾ എല്ലാവർക്കും അറിയുമായിരുന്നു. ഇന്ന് ഉണ്ടാക്കാൻ അറിയില്ലെന്നതോ പോട്ടെ, ശരിയായ തൈരും മോരും തിരിച്ചറിയാൻ പോലും പറ്റാതായി. 3 ലിറ്റർ പാലാണിത്. കാച്ചാൻ വയ്ക്കുകയാണ്. നന്നായി ഇളക്കി പൊക്കി ഒഴിച്ചാണ് കാച്ചേണ്ടത്. തിളച്ചു കഴിഞ്ഞും ഇളക്കിക്കൊണ്ടിരിക്കണം. കൂടുതലായുള്ള ജലാംശം വറ്റി പാൽ കുറുകണം. കാച്ചി കുറുക്കുക എന്നാണ് ഇതിന് പറയുക. കാച്ചി കുറുക്കിയ പാലോ എന്ന ഇരീമൻ തമ്പി തൊട്ടിലാടുന്ന കുഞ്ഞിനെ നോക്കി കൊഞ്ചി ആസ്വദിക്കുന്നത് കാച്ചി കുറുക്കിയ പാലിന്റെ നന്മയെ, മൂല്യത്തെയാണ് കാണിക്കുന്നത്. കാച്ചി കുറുക്കിയ പാൽ ആറാൻ വെക്കണം. ഉറയൊഴിക്കാൻ എടുക്കുന്ന പാലിന്റെ ചൂട് വളരെ പ്രധാനമാണ്. നല്ല ചൂടുകാലത്താണെങ്കിൽ നേരിയ ചൂട് മതിയാവും. നല്ല തണുപ്പ് കാലത്താണെങ്കിലോ പാലിൽ വിരൽ തൊട്ടാൽ പെട്ടെന്ന് എടുത്തു മാറ്റാൻ തോന്നണം, അത്രയ്ക്ക് ചൂട് വേണം. ചൂട് കൃത്യമാണോ എന്ന് നോക്കിയ ശേഷം അതിലേക്ക് മോര് ചേർത്ത് ഇളക്കി അടച്ചു വെക്കണം. ഉറയുടെ അളവിനും പ്രത്യേകതകളുണ്ട്. സാധാരണ പുളിയുള്ള മോരാണെങ്കിൽ 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ ധാരാളം. പുളി വളരെ കൂടുതലാണെങ്കിൽ 1 ലിറ്ററിന് അതിൻ്റെ 1/3, അതായത് 1 ടീസ്പൂൺ ധാരാളം. മോരിന് പകരം തൈരുമാവാം. തൈര് നന്നായി ഉടച്ചെടുക്കണമെന്ന് മാത്രം. പാലിന് മീതെ 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വയ്ക്കാം. അതിൻ്റെ ഗുണവും മണവും കൂടി തൈരിലേക്ക് പടർന്നു കയറണം. നമ്മൾ ഒഴിച്ച മോരിലെ ലാക്ടോബാസിലസ് ബാക്ടീരിയകൾ പാലിലെ അതിസൂക്ഷ്മ കണികകളിൽ വരെ പ്രതിപ്രവർത്തിച്ച് അതിലെ പ്രോട്ടീനുകളിൽ അപ്പാടെ മാറ്റം വരുത്തും. അങ്ങനെ രൂപമാറ്റം വന്ന പ്രോട്ടീൻ ഒരു കട്ടിപ്രകൃതം പാലിന് കൊടുക്കും. ഉറകൂടൽ എന്നതിന് പറയാം. ഉറകൂടൽ സാവധാനം നടന്ന് 10-12 മണിക്കൂർ കൊണ്ട് പാൽ മുഴുവനും കട്ടത്തൈര് എന്ന പുതിയ പദാർത്ഥമായി മാറും. പാൽ മറ്റൊരു പദാർത്ഥമായി മാറുന്ന, ഒരിക്കലും പാലായി തിരിച്ചു വരാത്ത മാറ്റം, രാസമാറ്റം, കെമിക്കൽ ചേഞ്ച്. ഈ കട്ടത്തൈരിൽ നിന്ന് വെണ്ണ മാറ്റിയെടുക്കണം. തൈര് കടയുക, തൈര് കലക്കുക എന്നൊക്കെയാണ് അതിന് പറയുക. കടകോൽ അല്ലെങ്കിൽ മത്ത് എന്ന് പറയുന്ന ഈ ഉപകരണമായിരുന്നു പണ്ടുള്ള മിക്കവരും ഉപയോഗിച്ചിരുന്നത്. ഇത് മായാട. മത്തിനെ നിയന്ത്രിച്ചു നിർത്താനും പാത്രം മൂടാനും ഇത് വേണം. കടയാനുള്ള പാത്രത്തിലേക്ക് തൈര് പകരണം. അതിലേക്ക് മത്തിടണം. മത്തിന്റെ കണയിലൂടെ മായാടയിട്ട് തൈര് പാത്രം മൂടണം. സ്വസ്ഥമായ ഉയരത്തിലിരുന്നിട്ട് മായാടയുടെ മീതെ കാൽപാദങ്ങൾ ഇങ്ങനെ വയ്ക്കണം. നീളമുള്ള ചരടിന്റെ പകുതി ഭാഗം മുതൽ ഇങ്ങനെ ചുറ്റിയെടുത്ത് മത്തിന്റെ കണയിലിടണം. വട്ടത്തിൽ കെട്ടിയെടുത്ത ഈ ചരട് പാദത്തിൽ ഇങ്ങനെ ഇടണം. ഇപ്പോൾ പാദം കൊണ്ട് മത്തിൻ കണയെ മറുവശത്തേക്ക് കൃത്യമായി വലിച്ചു നിർത്താം. കണയിൽ ചുറ്റിയ ചരടിന്റെ 2 അറ്റവും 2 കൈകൊണ്ട് മുറുക്കെ പിടിച്ച് ഇതേപോലെ ഇങ്ങോട്ട് വലിക്കണം. ഒറ്റ വലി കൊണ്ട് തന്നെ മത്തിന്റെ കുടം തൈരിൽ കിടന്ന് അനേക തവണ കറങ്ങും. അതോടെ തൈരിൽ ലയിച്ചിരുന്ന വെണ്ണ പിടിവിട്ട് പുറത്തു വരാൻ തുടങ്ങും. കാൽപാദങ്ങൾ കഴുകി വൃത്തിയാക്കിയിരിക്കണമെന്ന് നിഷ്ഠയുണ്ടായിരിക്കണം. ചെറു കട്ടകളായി വെണ്ണ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ ചരടുകളും മായാടയും മാറ്റി കുറച്ച് വെള്ളം തളിച്ച് വെണ്ണ മാറ്റിയെടുക്കാം. കൂടുതൽ വെള്ളം ചേർത്താൽ വെണ്ണ ഉറഞ്ഞുകൂടാനും ഉരുട്ടിയെടുക്കാനും എളുപ്പമാണ്. പക്ഷേ മോരിന് കട്ടി കുറയും.
മത്തും മായാടയും ഉപയോഗിച്ചുള്ള തൈര് കടയൽ വളരെ എളുപ്പമാണ്. പാട്ടുപാടി ആസ്വദിച്ച് ചെയ്തിരുന്ന പണിയല്ലാത്ത ഒരു പണിയായിരുന്നു അത്. വെണ്ണ ശുദ്ധവെള്ളത്തിലേക്ക് മാറ്റിയിടാം. ചൂടുചോറിലേക്ക് വെണ്ണയിട്ട് ഉരുട്ടിയുണ്ണാം. ഉരുക്കി നറുനെയ്യാക്കി ഏറെക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുകയും ആവാം. ഇത് കട്ടിമോരാണ്. മോരായി കഴിക്കാനും പുളിശ്ശേരിയും മറ്റും ഉണ്ടാക്കാനും കട്ടിമോരാണ് നല്ലത്. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം.